കേന്ദ്രത്തിൽ എന്തൊക്കെ പ്രശ്നം. ഒന്നിന്റെ എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് സമയത്തിന് പോയില്ലേ പിന്നെ ഒരു 10 ദിവസത്തേക്ക് പോകത്തില്ല. ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങി ബാങ്കിൽ. അത് ഞാനേ രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. 3 ബുൾസായി കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. എത്ര കണ്ടിരിക്കുന്നു. ആ കാർത്തിയനമ്മ ഇവിടെ നിൽക്കുകയാണോ? മോൾക്ക് കഴിക്കാനൊന്നും എടുത്തു വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ടൊന്നും എന്ന് നോക്ക്. ഉള്ള മുട്ട മുഴുവനും പൊട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റ ഒരുത്തിയാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി മുറിയെടുത്ത് തൊലഞ്ഞേനെ. അതൊക്കെ പറ, അവര് കേക്കണ്ട. ഒന്ന് മാറിക്കേ. അയ്യോ ഇത് ഞാൻ ഇതുവരെ ഇറങ്ങിയില്ലേ. ഒന്ന് പിടിച്ചേ. ആ സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിയാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. വെച്ചോ, ഞാൻ എങ്ങനെ ഇരുന്നതെന്നറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ, ഒന്നും വിചാരിക്കില്ലേ. മനപ്രയാസം കൊണ്ടാണ് കണ്ടറിഞ്ഞൂടെ? ഓ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടല്ലോ. ഞാൻ കൊണ്ട് കൊടുത്തേച്ചു വരാവേ. നിർത്ത. സാറേ ഈ വീടാണോ? അല്ല ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓടാവിടുന്ന്. ഇതുപോലെ 4 ഇരട്ടി അടിച്ചാലും മാത്തച്ഛൻ 4 കാലേ വീട്ടിലെത്തും. സാറേ കാശ് ഓടാ. ഓഹോ, ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ചേ? നീയാ? വീട് മാറിപ്പോയോ? നീ എവിടുവാ? പെണ്ണും പിള്ളേടെ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? കള്ള പന്നി. എടി അല്ലമ്മ വേണ്ട. എടി അല്ലമ്മ എടി അല്ലമ്മ. എന്നാ പോയിലാണെന്ന് ദേശോയെ. ഇതിയാ വീശിട്ടുണ്ടോ? ഉണ്ട്. നാട്ടുകാരെ കൊണ്ട് 2-4 പറയിപ്പിക്കാറെങ്കിൽ പടികേറി വാ മനുഷ്യ. പടി കേറത്തില്ല. ആവതില്ലേ? എടി താറാവുകാരനാകേടെ മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ 2-3 വർഷമായി സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവൂന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടല് വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. ഓണമാണോ? നിന്റെ അപ്പനാഹായിക്കാടി ഓണം. എന്നതാ പറഞ്ഞേ? കേറിയേ പറ്റത്തുള്ളൂ. മടലെവിടെ? ഇയാളാണോ? ഞാൻ വിചാരിച്ചു തേങ്ങ വീണാണെന്ന്. ഇതുപോലാണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന് സാറേ, ആശുപത്രി കൊണ്ടുപോയോ? എന്റെ കാലൊടിഞ്ഞ് പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയും നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാതെ. ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കല്ലേ, ഇയാളെ വാ കൂടെ തുന്നി കെട്ടണം. തന്റെ അപ്പന്റെ വായാ തുന്നി കെട്ടി. ഇതിന്റെ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതാ. ഓരോന്നൊക്കെ സമയമില്ലാത്ത സമയത്ത് വന്ന് കയറിക്കളും. നീ ഒറ്റ ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ എന്നെ കൊണ്ടൊന്നും അവര് വരുന്നു. ഇനി അവരുടെ എന്ത് പറയും? അയ്യോ ഞാനെന്ത് പറയാൻ? ഞാൻ എന്ത് പറയും? ഇതെന്നാ ഫ്ലാസ്കും ചോറ്റുപാത്രോട്ടെ എങ്ങോട്ടാ? ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാ. ഏതായാലും നിങ്ങൾ എത്തിയ നന്നായി. അതന്നെ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്നിരുന്നു. എന്റെ ബ്രദറും വൈഫും? അതാരാ? മണ്ണാർക്കാട്ടുള്ള മാത്തച്ഛനാ പറഞ്ഞത്. കർത്താവേ, അവരിവിടെ വന്നിരുന്നോ? അപ്പൊ നിങ്ങളുടെ ആരുമല്ലേ? ഏയ്, അപ്പച്ചന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ളതാ. വല്ല 10ഓ 15ഓ കൊടുത്ത് വിട്ടാ മതിയായിരുന്നു. എന്നതാ നശിപ്പിച്ചല്ല, അല്ലെങ്കിൽ അത് ചേട്ടത്തിക്ക് ഒരു സൂക്ഷമില്ല. അതിന് ഇപ്പത്തേക്ക് എന്നെ പറയുള്ളത് 4 പ്ലേറ്റിലെ ഒടിഞ്ഞുള്ളൂ. എന്നാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കായിരുന്നില്ലേ? അവനവൻ കാശ് മുടക്കിയില്ലേ എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് കാശ് വിട്ട് മേടിച്ചതാ. ഇന്നലെ വന്നവർ എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലേ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ.
ഈ പെണ്ണ കണ്ടിട്ട് വാല് മക്കളെന്ന് എനിക്കറിയാൻ മേല. തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടുതൂപ്പൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കണത്. ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ അങ്ങോട്ട് ഇറങ്ങിയോട്ടെ. അമ്പടി കേങ്ങി അവളൊരു മുഴുപ്പ്. അയ്യോ, ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊലി വെളുത്താ അതെന്നെ സ്വർഗമെന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്നന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളൊരു ഭാവം. അയ്യോ, കാശൊന്നുമില്ലേ? ആ, ദേ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഒരു 20 രൂപയുണ്ട് തന്നെ. എന്റെ അക്കൗണ്ടിൽ എഴുതിക്കോ. ഇതാ സ്റ്റാൻഡിൽ ഇരിക്കൊണ്ട് എടുത്തോണ്ട് വയ്ക്കോ. ചേട്ടത്തി, ചേട്ടത്തി, ഇവിടെ ആരുമില്ലേ? പാലാക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇത് എന്നാ പോക്കാ? ഹലോ, ഐ ആം റെനി. യുവർ ഗുഡ് നൈറ്റ് പ്ലീസ്. ആരും മനസ്സിലായില്ല. ഞാൻ നമ്മുടെ റോയ്ച്ചാന്റെ ബ്രദറാ. ചേട്ടത്തി ഇവിടെ ഉണ്ടോ? കൊണ്ട് ഞാനിപ്പോ വിളിക്കാം. ഷൈനി ചേച്ചി. ആഹാ, നീ വന്നോ? ശ്രീദേവി, ഇത് റെനി, റോയിച്ചിന്റെ ബ്രദറാ. ഇവിടെ ഇവാനിയസിൽ പഠിക്കുക. അന്ന് വന്നത് ഇയാളല്ലേ? ഏതിനാ പഠിക്കുന്നത്? BA ഫസ്റ്റ് ഇയർ. ഇത് സിസ്റ്റർ അല്ലേ? അതെ. കണ്ടല്ലോ. എന്താ പേര്? ശ്രീലക്ഷ്മി. വെരി നൈസ്. വിമൻസിലല്ലേ പഠിക്കുന്നത്? റെനിക്ക് എങ്ങനെ അറിയാം? അല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ റൂട്ട് അത് വഴിയേ. അല്ല പിന്നെ ഇവിടുത്തെ ജാതം ഒന്നും നിരത്തണ്ട. വാ പോ. വരട്ടെ. വാ. നീ ഇവിടെ നിന്ന് പഠിക്കുന്നേ കൊള്ളാം. രാവിലെ കോളേജിൽ പോയാ വൈകിട്ട് 5 മണിക്ക് തിരിച്ചെത്തിക്കണം. അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടന്ന് പാതിരാത്രിക്ക് കയറി വരാനുള്ള പരിപാടിയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. ചേട്ടത്തി, ഇതാ ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ലെന്ന്. ഞാൻ പറയുന്ന കേട്ടില്ലേ? ചേട്ടത്തി ഒരൊറ്റാൾ നിർബന്ധിച്ചിട്ടാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പെട്ടിയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. റോയിച്ചൻ എന്നതാ അവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ അങ്ങനൊന്നും നടക്കത്തില്ല. നിനക്ക് ഇവനെ പറ്റി എന്നെ അറിയാം? ഇവൻ ആരാ പുള്ളിയെന്നറിയാവോ? വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയാനാ ഇവൻ. കോളേജിൽ നിന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴാ അപ്പച്ചനും അമ്മച്ചി വിവരം അറിയുന്നത്. എന്നിട്ടോ ബാക്കിയൊന്നും പറയാൻ കൊള്ളത്തില്ല. ഞാൻ എന്നതാ കൊച്ചു കുഞ്ഞാന്നോ? എമർജൻസി ഡിക്ലെയർ ചെയ്തോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ. കോളേജിലാകുമ്പോൾ ഇങ്ങനെ കിടക്കാൻ പറ്റൂ? ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാത്തില്ലല്ലോ. കോളേജിലായിരുന്നപ്പോ അച്ചായന്റെ ഒത്തിരി വലിച്ചല്ലേ? ഇല്ലിക്കൽ ഇട്ടിച്ചന്റെ മോളുമായിട്ട് അടിജിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. നീ എന്താ നോക്കിക്കുന്നു? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? നീ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി വന്ന എന്റെ കുടുംബം കുളം തൊണ്ടാണ്. എലഞ്ഞിക്കൽ ഇട്ടിച്ചെന്റെ തേങ്ങ കൊല അടിച്ചു